പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഗതി, ഈ 2016 വന്ന ഇടതുപക്ഷ ഗവൺമെന്റ് ഏറ്റവും കുറ്റമറ്റ, ഏറ്റവും പെർഫെക്റ്റ്, ലോകത്തിലെ ഏറ്റവും വലിയ, അങ്ങനെയൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ അവർ കൊണ്ടുവന്ന ഒരു ഭരണ സംസ്കാരത്തെ ഞാൻ വളരെ അഭിമാനത്തോടെയും വളരെ അത്ഭുതത്തോടെയും കാണുന്നു. ഇനിമേൽ ഒരു ഗവൺമെന്റിന് ഉദാസീനമായോ അലക്ഷ്യമായോ ഈ സംസ്ഥാനം ഭരിക്കാൻ കഴിയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ, അതെന്തുകൊണ്ടാണ് വാഗ്ദാനങ്ങളാകുന്നത്, അതെങ്ങനെയാണ് ജനജീവിതത്തെ സ്പർശിക്കുന്നത്, അതിന് ഗവൺമെന്റിനോടുള്ള പ്രതിബദ്ധത എന്താണ്, ജനങ്ങളോടുള്ള പ്രതിബദ്ധത എന്താണ് എന്ന് വ്യക്തമായി തുടങ്ങിവെച്ച ഒരു ഗവൺമെന്റാണിത്. ആണത്തം ഉണ്ടെങ്കിൽ ആണത്തമുള്ളവർ ഞങ്ങളോട് വന്ന് സംസാരിക്കട്ടെ, ഞങ്ങൾ ആണുങ്ങളോട് സംസാരിച്ചോളാം, വെറും പെണ്ണുങ്ങളെ പോലെ പെരുമാറരുത് എന്നൊക്കെ പറയുന്ന ഒരുപാട് നേതാക്കളെ നമ്മൾ കാണുന്നുണ്ട്. മാത്രമല്ല, സംസാരിക്കുന്ന സ്ത്രീകളെ അങ്ങേയറ്റം ഈ ഹിംസ്ര ജന്തുക്കളുടെയൊക്കെ ആവേശത്തോടെയും ആക്രാന്തത്തോടെയും ഫെറോഷ്യസ് ആയിട്ട് കടിച്ചു കീറുന്ന യുവ തുർക്കികളായ ഗാന്ധിയൻ നേതാക്കളെയും നമ്മൾ കാണാറുണ്ട്. അവരാരും അവരുടെ മുതിർന്നവർ പോലും അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കുന്നത് കാണാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരമൊക്കെ ഘട്ടത്തിൽ ഈ സ്ത്രീ വിരുദ്ധതയ്ക്കെതിരെയുള്ള ഒരു വാക്കോ, സ്ത്രീവിരുദ്ധത പ്രൊമോട്ട് ചെയ്യാത്ത വാക്കോ ഒരു വലിയ രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. വ്യക്തിപരമായി എനിക്ക് അദ്ദേഹത്തോട് അതിലാണ് ഏറ്റവും ബഹുമാനം തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിയമസഭയിലാവട്ടെ, ഏറ്റവും മികച്ച പാർലമെന്റേറിയൻ എന്ന നിലയിൽ വളരെ അംഗീകരിക്കപ്പെട്ട നേതാവാണ് രാജീവ് സർ. നമ്മുടെ PRS ഇന്ത്യയുടെ ഒരാളുടെ വാക്കുകളിൽ നിന്നല്ല, മറിച്ച് പ്രവർത്തികളിൽ നിന്നാണ് ഒരു നേതാവിനെ അളക്കേണ്ടത്, ഒരു അധ്യാപകനെ അളക്കേണ്ടത്, ഒരു അഭിഭാഷകനെ അളക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു വൈദ്യനെ അളക്കേണ്ടത് എന്നൊക്കെ നമ്മളെ പിന്നെയും ഓർമ്മിപ്പിക്കുന്ന ഒരു സംഗതിയായിരുന്നു അത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് എനിക്ക് വിജയിക്കണമെന്ന ഞാൻ വളരെ ആഗ്രഹത്തോടെ നോക്കിയ ഒരാൾ തന്നെയാണ് രാജീവ് സർ. അതിനൊരു കാരണം എന്താന്ന് വെച്ചാൽ, അതിന് സുധീറിനും ഒരു പങ്കുണ്ട്. ആ ബന്ധത്തിൽ ഒരുപക്ഷെ ഇസീറ്റുമൽ ഖുർആന്റെ പുസ്തകത്തെ പറ്റി സുധീർ എഴുതിയിരുന്നു. ഞാനും ഏതാണ്ട് അതേ സമയത്താണ് വായിക്കുന്നത്. അതൊരു തുർക്കിഷ് ഇവിടെ നമ്മളോടൊപ്പം നിൽക്കുന്നത്, അതുപോലെ അദ്ദേഹത്തിന്റെ പദ്ധതിയായിരുന്നു ഗ്രന്ഥശാലകൾക്കൊപ്പം എന്ന് പറയുന്ന പദ്ധതി. ആ ഗ്രന്ഥശാലകളെ സംരക്ഷിച്ചുകൊണ്ട് അദ്ദേഹം കൊടുത്ത പുസ്തകങ്ങളും ഒപ്പം തന്നെ ഇത്തരത്തിൽ പുസ്തക കോർണറുകളും ഒരുപക്ഷെ മറ്റൊരു മണ്ഡലത്തിലും ലഭ്യമല്ലാത്ത രീതിയിൽ വായനശാലകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ വളരെ സജീവമാണ്. അപ്പൊ എഴുത്തിനെ സ്നേഹിക്കുന്ന, അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന അദ്ദേഹത്തെ വേണ്ടി തന്നെ ആണ് ഇവരെ സംവദിക്കാൻ പോകുന്നത്. അവരെ ഓരോരുത്തരെയും ഈ വേദിയിലേക്ക് സ്വാഗതം, നിറഞ്ഞ ഹൃദയത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. KR മീര കോട്ടയത്ത് നിന്ന് ഇവിടെ എത്തിച്ചേർന്ന വളരെ നേരത്തെ തന്നെ എത്തിച്ചേർന്നതാണ്, പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കേരള സാഹിത്യ അക്കാദമി അവാർഡുകളും അതുപോലെ ആരാച്ചാര്യ പോലുള്ള ഒരു കൃതിയിലൂടെ ഒരുപക്ഷെ ഇന്ത്യക്ക് പുറത്തേക്ക് അറിയപ്പെടുന്ന അപൂർവം മലയാളി എഴുത്തുകാരിൽ ഒരാളാണ് KR മീര. ഏറ്റവും അവസാനത്തെ കലാച്ചി എന്ന് പറയുന്ന നോവലും ഒരു സ്ത്രീ പക്ഷത്ത് നിന്നുകൊണ്ട് നോക്കുകയാണെങ്കിൽ കേവലമായ പെണ്ണെഴുത്തുകൾക്ക് അപ്പുറത്ത് എങ്ങനെയാണ് ഒരു യാത്ര നടത്തേണ്ടത് എന്നുള്ളതിന്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങൾ തന്നെയാണ് ഈ രണ്ട് നോവലുകളും. അതുപോലെ ചെറുകഥകളും അത്തരത്തിൽ തന്നെ വ്യത്യസ്തമായ അനുഭവങ്ങളാണ്. അപ്പൊ പുതിയ എഴുത്തിന്റെ എല്ലാ തലങ്ങളിലൂടെയും സ്പർശിച്ചുകൊണ്ട് പോകുന്ന ആൾ തന്നെയാണ് KR മീര. അവർക്ക് ഇങ്ങോട്ട് നമ്മളോട് പറയാനുള്ളത് കേൾക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഒരു ദൗത്യം. സംവദിക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ NE സുധീർ ഒരുപക്ഷെ ഏറ്റവും സൂക്ഷ്മമായി ഏറ്റവും ലോകത്തിറങ്ങുന്ന പുതിയ പുസ്തകങ്ങളെ മലയാളിക്ക് പരിചയപ്പെടുത്തി തരുന്ന ഏറ്റവും ശക്തനായ അതിന്റെ സൂക്ഷ്മഭാവങ്ങൾ, വാക്കിന്റെ ഏറ്റവും സൂക്ഷ്മത എങ്ങനെയാണ് കാണിച്ചു തരുന്നത് എന്ന് അദ്ദേഹത്തിന്റെ കൃതികളിലൂടെയും അദ്ദേഹത്തിന്റെ ലേഖനങ്ങളിലൂടെയും ഒക്കെ തന്നെ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. അദ്ദേഹത്തെയും നിറഞ്ഞ ഹൃദയത്തോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. ലതിക ടീച്ചറും MG യൂണിവേഴ്സിറ്റിയിലെ അധ്യാപികയാണ്. പോസ്റ്റ് ഡോക്ടറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗവേഷക കൂടിയാണ്. സാഹിത്യത്തിലും അതുപോലെ കൾച്ചറൽ കോൺഗ്രസുകളിലും ഒക്കെ തന്നെ വളരെ സജീവമായി ഇടപെടുകയും വായനയുടെ രൂപത്തിൽ പൂർണ്ണമായും ആഴത്തിൽ ചേർന്ന് നിൽക്കുന്ന ടീച്ചറെ നിറഞ്ഞ ഹൃദയത്തോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാർക്കോ സാറിനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മുടെ വേദികളിലൊക്കെ തന്നെ സ്ഥിരമായി സാറ് വരാറുണ്ട്. ആലുവ UC കോളേജിലെ മലയാള വിഭാഗത്തിന്റെ തലവൻ എന്നുള്ള നിലയ്ക്കും ഒപ്പം തന്നെ
ആദ്യകാലങ്ങളിൽ അദ്ദേഹം വളരെ സൂക്ഷ്മമായിട്ട് ഇതുപോലെ സുധീർ സാറിനെ പോലെ തന്നെ വളരെ പുതിയ പുസ്തകങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന ചില പങ്ക്തികൾ മലയാളം പോലുള്ള വീക്കിലികളിൽ വളരെ സ്ഥിരമായി ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. സാറ് വളരെ സൂക്ഷ്മമായിട്ട് ഈ മീരയുമായുള്ള സംവാദത്തിൽ ഏർപ്പെടും. ഒപ്പം തന്നെ ഇവിടെ സാറിനെ നിറഞ്ഞ ഹൃദയത്തോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. ഒപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ജിജിയുണ്ട്, രുക്മിണിയുണ്ട്, അതുപോലെ തന്നെ ശ്യാം, ഒരുപാട് എഴുത്തുകാർ, പ്രാദേശികമായി നമ്മുടെ നാട്ടിലുള്ള നിരവധി എഴുത്തുകാരുണ്ട്, നല്ല വായനക്കാരാണ്. ഒരുപക്ഷെ ഈ ഗ്രന്ഥശാലയ്ക്കൊപ്പം നിൽക്കുന്ന ഡോക്ടർ സുന്ദരം വേലായനെ പോലുള്ള ആളുകൾ എല്ലാവരും ഉണ്ട്. PR രഘു, ഇങ്ങനെ നിൽക്കുന്ന ഇവർക്ക് ആർക്കും ഇതുമായി ബന്ധപ്പെട്ട, അതുപോലെ ഇന്റർനാഷണൽ ഇതിനകത്ത് ഡോക്ടറേറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ദേവികയെ പോലുള്ള പുതിയ പ്രതിഭകളും നമ്മുടെ മുമ്പിലുണ്ട്. അവരെല്ലാവർക്കും സംവദിക്കാൻ കഴിയുന്ന തരത്തിൽ ആണ് ഇതിനെ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ സംവാദം ആരംഭിക്കുന്നതിന് വേണ്ടി സുധീർ മാഷെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എനിക്കറിയില്ല, ലോകത്തിലെ തന്നെ അപൂർവമായ ഒരു സന്ദർഭമായിരിക്കും ഇത്. കാരണം ഒരു സംസ്ഥാനത്തിന്റെ ഒരു എഴുത്തുകാരി എത്തുകയും അവരുമായി സാഹിത്യത്തെക്കുറിച്ചും വായനയെക്കുറിച്ചും ഒക്കെ സംഭാഷണം, അങ്ങനെ മറ്റെവിടെയെങ്കിലും ഒരു പ്രദേശത്ത് ഇങ്ങനെയൊരു തെരഞ്ഞെടുപ്പുമായി ഇങ്ങനെയൊരു സംവാദം ഉണ്ടായിട്ടുണ്ടോ എന്ന് എന്റെ അറിവിലില്ല. അത് കേരളത്തിന്റെ കൂടി ഒരു പ്രത്യേകതയാണ്. നമ്മൾ പല രീതിയിൽ കേരളം ലോകത്തിന് മാതൃകയാണെന്ന് പറയുന്നത് പോലെ ഒരുപക്ഷെ അത്രയൊന്നും കൊട്ടിയാഘോഷിക്കപ്പെടാത്ത ഒരു മാതൃക സന്ദർഭമാണ്, അല്ലെങ്കിൽ ആ സന്ദർഭത്തിന്റെ തുടർച്ചയായിട്ട് വേണം ഈ സംവാദത്തെ നമ്മൾ മനസ്സിലാക്കാൻ. മേരെയും സഖാവ് രാജീവിനെയും ഞാൻ അവസാനമായിട്ട് ഒരുമിച്ച് കാണുന്നത് മനോരമയുടെ ഹോർത്തൂസ് എന്ന് പറയുന്ന എറണാകുളത്ത് സുഭാഷ് പാർക്കിൽ നടന്ന സാഹിത്യോത്സവത്തിൽ. അന്ന് മീരയുടെ പ്രസിദ്ധീകരിച്ച് പുറത്തു വരാത്ത കലാച്ചി എന്ന പുസ്തകത്തെക്കുറിച്ച് രാഷ്ട്രീയ നേതാവിന്റെയും മന്ത്രിയുടെയും ഒക്കെ പട്ടമഴിച്ചു വെച്ച് ഒരു സാധാരണ വായനക്കാരന്റെ തലത്തിൽ നിന്നുകൊണ്ട് മീരയോട് സംവദിക്കുന്ന സഖാവിനെയാണ്. ഇതുതന്നെയാവും തീർച്ചയായിട്ടും ഇത്തരമൊരു സംഭാഷണത്തിലേക്ക് മീരയെപ്പോലെ ആളെ, അതൊരു രാഷ്ട്രീയത്തിന്റെ കൂടി ഭാഗമാണെങ്കിൽ പോലും ഒരു സാംസ്കാരികമായ ഔന്നത്യം ആവശ്യപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന ബോധ്യത്തോടുകൂടി ഇത്തരമൊരു സംവാദത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടാവുക എന്ന് ഞാൻ കരുതുകയാണ്. രാജീവ് മുന്നോട്ട് വയ്ക്കുന്ന വികസനമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും മാനവികമായ ഒരു വികസനമാണ്. അത് സാധാരണ നമ്മൾ വികസനം എന്ന് പറയുന്ന കാഴ്ചപ്പാടിന്റെ പരിധിക്കകത്ത് നമ്മൾ കേട്ടറിഞ്ഞ സാമ്പ്രദായികമായ വികസന സങ്കല്പങ്ങളല്ല എന്ന് തിരിച്ചറിയുകയും ഒരുപക്ഷെ അത് കേരളത്തിനെ ബോധ്യപ്പെടുത്തുകയും ചെയ്ത ഒരു കാലമാണിത്. വികസനം എന്ന് പറയുന്നത് ഒരു മനുഷ്യാവകാശമാണ് എന്ന് രാജീവ് പലയിടത്തും പറയാറുണ്ട്. മനുഷ്യാവകാശം എന്ന് പറയുമ്പോൾ യാത്ര ചെയ്യാനും സുഖസമൃദ്ധമായി ജീവിക്കാനും മാത്രമല്ല, സ്വതന്ത്രമായി ചിന്തിക്കാനും ഉന്നതമായ മാനുഷിക മൂല്യങ്ങളിലേക്ക് എത്തിപ്പിടിക്കാനുമുള്ള മനുഷ്യന്റെ ത്വരയെ, മനുഷ്യന്റെ സാധ്യതയെ ഉയർത്തുക എന്നത് കൂടിയാണ് എന്നാണ്, അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് പി രാജീവ്. അതിന്റെ ഭാഗമെന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ. ഒരുപക്ഷെ ലൈബ്രറികൾ, ഈ പ്രദേശത്തെ കളമശ്ശേരിയിലെ ലൈബ്രറികളുടെ സ്വഭാവം മാറിയത് എല്ലാവർക്കും അറിയുമോ എന്ന് എനിക്കറിയില്ല. ഒരുപാട് ലൈബ്രറികളിൽ തൊട്ടു മുമ്പേ കാണിച്ച വീഡിയോയിൽ നിങ്ങൾക്കറിയാം, ഓരോ ലൈബ്രറികളിലും അവർക്ക് ആവശ്യമായ അതിന്റെ സ്വഭാവത്തിന്റെ, ആ പ്രദേശത്തിന്റെ സ്വഭാവത്തിന് ആവശ്യമായ രീതിയിലുള്ള പുസ്തകങ്ങളും അതിന്റെ സംവിധാനങ്ങളും ഒരുക്കുക. കേരളം അടിസ്ഥാനപരമായി ലൈബ്രറി എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ ലോകത്തിലെ തന്നെ മാതൃകകളൊന്നാണ്. 9,000-ലധികം ലൈബ്രറികൾ ഉണ്ടാവുകയും അതിന് വലിയ പാരമ്പര്യമുണ്ട് ലൈബ്രറി പ്രസ്ഥാനത്തിന്. ആ ലൈബ്രറി പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യത്തിന്റെ തുടർച്ചയുണ്ടാവുക, അതിനെ നവീകരിക്കുക എന്ന് പറയുന്നത് ഏറ്റെടുക്കുകയായിരുന്നു രാജീവ് എന്ന നിയമസഭാ സാമാജികൻ. ഈ പ്രദേശത്തെ ലൈബ്രറികളിലെങ്കിലും ആധുനികമായ വായനാ സംസ്കൃതിയുള്ള ഒന്നായി മാറ്റണമെന്ന രീതിയിൽ അതിനുവേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയതായിട്ട് എനിക്കറിയാം. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ഉണ്ടാവണമെന്ന് നിഷ്കർഷിക്കുകയും ഇവിടുത്തെ ജനസമൂഹം എന്ത് വായിക്കണമെന്നതിൽ ഇവിടുത്തെ ജനപ്രതിനിധിക്കൊരു തീരുമാനമുണ്ട് എന്ന രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
ലൈബ്രറികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും കുറെ പുസ്തകങ്ങൾ ഉണ്ടാവുക, ഒരുപക്ഷെ ആ പ്രദേശത്തെ നമ്മുടെ കേരളത്തിലെ മലയാളത്തിലെ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ കൊണ്ട് മാത്രം നിറയ്ക്കേണ്ടതല്ല ലൈബ്രറികൾ എന്ന് പറയുന്നതും പുതിയ കാലത്തെയും പുതിയ ദേശത്തെയും പുതിയ സാങ്കേതികമായ ഔന്നത്യങ്ങളെയും ലോകവീക്ഷണത്തെയും മനസ്സിലാക്കുവാൻ കഴിയുന്ന രീതിയിലുള്ള പുസ്തകവും സംവിധാനങ്ങളും ഉണ്ടാവുക എന്നുള്ളതാണ് പി രാജീവ് ഇവിടുത്തെ ലൈബ്രറികളോട് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് ഞാൻ കരുതുന്നു. അപ്പൊ പറഞ്ഞു വന്നത് കേരളത്തിലെ അല്ലെങ്കിൽ കളമശ്ശേരിയിലെ തന്റെ മണ്ഡലത്തിലെ ലൈബ്രറികളെ ഏത് രീതിയിൽ നവീകരിക്കണമെന്നതിനെക്കുറിച്ച് ബോധ്യമുണ്ടാവുകയും അതിനുവേണ്ടി സമയം കണ്ടെത്തുകയും അതിനുവേണ്ടി സാങ്കേതികമായ കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതിൽ ചെറിയ രീതിയിൽ അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ആളെന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. ലൈബ്രറികളും വിദ്യാലയങ്ങളും എങ്ങനെ നവീകരിക്കപ്പെടണമെന്നും അത് എത്രത്തോളം ആധുനികവൽക്കരിക്കപ്പെടണമെന്നതിനെക്കുറിച്ച് ബോധ്യമുള്ള ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ ആയിരിക്കുന്ന ഒരാൾ എന്നുള്ളതാണ്. ഒരുപക്ഷെ തന്റെ വകുപ്പിന്റെ കീഴിലുള്ള വികസന പ്രവർത്തനങ്ങളും മറ്റത് നടത്തുന്നതിലുപരിയായിട്ട് ഈ കോൺസ്റ്റിറ്റ്യുവൻസിലേക്ക് വരുമ്പോൾ അവിടെ അദ്ദേഹം ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ അല്ല, നിയമമന്ത്രിയല്ല. അടിസ്ഥാനപരമായി തന്റെ പ്രദേശത്തിന്റെ താൻ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയുടെ വികസനം, മാനവികമായ വികസനം ഉൾക്കൊള്ളുവാനുള്ള പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെട്ടത്. അങ്ങനെയുള്ള ഒരു നേതാവിന്റെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ സാഹിത്യത്തെയും വായനയും ലൈബ്രറിയും ഒക്കെ കുറിച്ച് സംസാരിക്കുന്നത്. അതിനാണ് മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരി KR മീര വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഞാൻ അധികം സമയം എടുക്കുന്നില്ല, അദ്ദേഹത്തിന് വേഗം പോകേണ്ടി വരും. തീർച്ചയായിട്ടും നിങ്ങൾ സംസാരിക്കല്ലേ, സഖാവേ സംസാരിക്കും. പ്രിയപ്പെട്ട KR മീര, സുഹൃത്തുക്കളെ, ഞാനൊരു പ്രസംഗത്തെ തുനിയുന്നില്ല. മീരയെ കാണുക, പിന്നീട് സൗഹൃദം ഉള്ള ആളുകൾ എല്ലാവരോടും ഒത്തുചേരുന്നുണ്ട്, എല്ലാവരെയും കാണുക എന്നത് മാത്രമാണ് ഉദ്ദേശം. KR മീര മലയാളത്തിൽ എഴുതുന്ന ലോക സാഹിത്യകാരിയാണ്. അതാണ് മീരയെക്കുറിച്ചുള്ള ഏറ്റവും ചുരുങ്ങിയ വിശേഷണം എന്നുള്ളത്. രണ്ടാമത്തേത്, കൃത്യമായ രാഷ്ട്രീയ നിലപാടുകളുണ്ട്. ഈ സീറ്റിൽ ഞാനല്ല, വേറെ ആരാണെങ്കിലും മീരയ്ക്ക് അതേ നിലപാടായിരിക്കുകയുള്ളൂ. എന്റെ സൗഹൃദം കൊണ്ട് കുറച്ചുകൂടി പറയുന്നതിൽ ഒരു അടുപ്പം തോന്നുമെന്നല്ലാതെ അതൊരു നിലപാടിന്റെ, തെളിമയാർന്ന നിലപാടിന്റെ, തുടർച്ചയായി സ്ഥായിയായി തുടരുന്ന നിലപാടിന്റെ ഭാഗമാണ്. മീരയുടെ എല്ലാ കൃതികളും വായിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ആണ് എപ്പോഴും ഞാൻ KR മീരയുമായി സംവദിക്കാറുള്ളത്. മിക്കവാറും 3-4 നല്ല സംവാദങ്ങൾ, ചർച്ചകൾ മീരയുടെ കൃതികളെ കുറിച്ച് നടത്തിയിട്ടുണ്ട്. ഇന്നത്തെ കാലത്തെ കുറിച്ച് ഏറ്റവും തീവ്രമായി ഇന്ത്യൻ സാഹിത്യത്തിൽ തന്നെ വന്നിട്ടുള്ള കൃതിയാണ് കലാച്ചി. കലാച്ചി ഞാൻ കഴിഞ്ഞ ദിവസം മീരയോട് തന്നെ പറയുകയുണ്ടായി. ഒരു വർത്തമാനം ഞങ്ങൾ തമ്മിൽ നടത്തിയിരുന്നു. എന്നാൽ പിന്നെ ഞാൻ ഇടയ്ക്ക് ട്രെയിനിൽ യാത്ര ചെയ്തപ്പോൾ വീണ്ടും കലാച്ചി വായിക്കുകയുണ്ടായി. അപ്പോൾ പിന്നെ ഇനി എത്രയോ സംസാരിക്കാനുള്ള ഭാഗങ്ങൾ അതിനകത്ത് കിടക്കുന്നു. ലോകരാഷ്ട്രീയം, ദേശീയ രാഷ്ട്രീയം, സംസ്കാരം, ചരിത്രം, മനുഷ്യബന്ധങ്ങൾ, മാനവികത, അങ്ങനെ എത്രയോ കാര്യങ്ങളിൽ സംസാരിക്കാനുള്ള ഇടങ്ങൾ കലാച്ചി ബാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആരാച്ചാരും ഘാതകനും പോലെ അത്ര ഗൗരവമായ ഒരു ചർച്ചയ്ക്ക് അത് വന്നു തുടങ്ങുന്നേ ഉള്ളൂ. കുറെ കൂടി ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. മലയാളത്തിലുള്ള കൃതികളെല്ലാം ഇംഗ്ലീഷിലേക്കും പരിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ കഴിഞ്ഞ തവണ രണ്ടുപേരും കൂടിയാണ് വന്നത്, തവണ ഒറ്റയ്ക്ക് വന്നിരിക്കുന്നത്. മീര ഈ കലാച്ചി എഴുതാനായിട്ട് ശരിയായ കലാച്ചിയിലേക്ക് ഉള്ള ഓർമ്മകൾ മറയുന്ന ആ പ്രശ്നമുള്ള ഇടത്തേക്ക്, അഫ്ഗാനിസ്ഥാനിന്റെ ഭാഗങ്ങളിലേക്ക്, അല്ല കസാഖിസ്ഥാന്റെ ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കുകയുണ്ടായി. അത് ഒറ്റയ്ക്കാണ് സഞ്ചരിച്ചത്. അപ്പോൾ അത്തരം അനുഭവങ്ങളുള്ള, ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു കഥാകാരി ഇവിടെ തിരക്കുകൾക്കിടയിലും വന്നതിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. മീരയുടെ മനോഹരമായ പ്രഭാഷണം കേൾക്കുക എന്നതാണ് പ്രധാനമായിട്ടും എല്ലാവരും ഒത്തുചേരുന്നത്. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പ്രഭാഷണം കഴിയുമ്പോൾ മറക്കാതെ മനസ്സിലുണ്ടാവേണ്ടത് ചുറ്റികരിവൾ നക്ഷത്രമാണ് എന്റെ അടയാളം. അത് മറന്നു പോകരുത്. പ്രത്യേകം നന്ദി, മീരയ്ക്ക് പ്രത്യേകം നന്ദി. താങ്ക് യു.
മീരയിലേക്ക് തന്നെ കൊടുക്കും. ആ പ്രിയപ്പെട്ടവരെ, ഇവിടെ എന്താണ് പരിപാടി എന്ന് എനിക്കറിയുമായിരുന്നില്ല. എന്നോട് രാജീവ് സഖാവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് എഴുത്തുകാര് വായനക്കാരുടെ സംവാദമുണ്ട്, പങ്കെടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഉറപ്പായിട്ടും വരാമെന്ന് പറഞ്ഞു. കാരണം എന്റെ കഴിഞ്ഞ 3 പുസ്തകങ്ങളുടെ സംവാദത്തിന് പല തിരക്കുകളും മാറ്റിവെച്ച് വരികയും വളരെ മനോഹരമായ രീതിയിൽ ആ സംവാദത്തിൽ പങ്കെടുക്കുകയും, എന്തിനാണ് രാജീവ് സാറ് രാഷ്ട്രീയക്കാരനായത്, മന്ത്രിയായത്, എഴുത്തുകാരനോ സാഹിത്യ നിരൂപകനോ ആയാൽ പോരെ എന്ന് സംശയം ഉദിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് സത്യം. ഇത്ര മനോഹരമായി ഒരു വാസ്തുശില്പം കണക്കെ ഒരു പുസ്തകത്തെ അപഗ്രഥിക്കാനും അതിന്റെ ആന്തരാശയങ്ങളെ അതിൽ നിഗൂഹനം ചെയ്യുന്നത് എങ്ങനെയെന്ന് വളരെ മനോഹരമായി വെളിപ്പെടുത്താൻ, അത് ഒരു തട്ടും തടവുമില്ലാത്ത ഭാഷയിൽ, ഒരു തരത്തിലും ഒരിടർച്ചയുമില്ലാത്ത ആശയങ്ങളുടെ പ്രവാഹത്തിൽ പ്രതിഫലിപ്പിക്കാനുമുള്ള കഴിവ് വളരെ അസാധ്യമാണ്. എനിക്ക് അകന്നു നിന്നുള്ള പരിചയം മാത്രമേ അദ്ദേഹത്തോടുള്ളൂ. പക്ഷെ ഞാൻ ചില കാര്യങ്ങൾ നമ്മൾ മറ്റ് പലരുമായുള്ള ആശയ സംവാദങ്ങൾക്കിടയിൽ മനസ്സിൽ കോറിയിടുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, എൻ്റെ US-ലുള്ളൊരു സുഹൃത്ത് ഇൻഡസ്ട്രീസ് മിനിസ്റ്ററെ കാണണം എന്ന് ആവശ്യപ്പെട്ടൊരു സന്ദർഭമാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇവിടെ കുറെ ആളുകൾക്ക് ജോലി കൊടുക്കാം ശേഷിയുള്ള ഒരു സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. അപ്പോൾ ഇടതുപക്ഷം, പ്രത്യേകിച്ച് CPM-നെ കുറിച്ച് ഒരുപാട് മുൻവിധികൾ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാളായിരുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ നമ്പർ ഞാൻ സംഘടിപ്പിച്ചു തരാം, അദ്ദേഹത്തെ കണക്ട് ചെയ്തു തരാം, തീർച്ചയായും നിങ്ങൾ പോയി സംസാരിക്കുമെന്ന്. പിന്നീട് എനിക്ക് തോന്നുന്നു ഒരു വ്യക്തിയുമായുള്ള ഇടപെടലിൽ, ഒരു നേതാവുമായുള്ള ഇടപെടലിൽ ഒരു പക്ഷത്തെക്കുറിച്ച്, ഒരു രാഷ്ട്രീയത്തെക്കുറിച്ച്, ഒരു രാഷ്ട്രീയ കക്ഷിയെക്കുറിച്ച്, അവർ മുന്നോട്ട് വയ്ക്കുന്ന വികസന ആശയങ്ങളെക്കുറിച്ച് ഒക്കെയുള്ള പല ധാരണകളും തിരുത്തി കുറിക്കപ്പെടുന്നത് എങ്ങനെയെന്ന് ഞാൻ മുന്നിൽ കണ്ട് മനസ്സിലാക്കി എന്നതാണ് എനിക്ക് രാജീവ് സാറിനെ കുറിച്ചുള്ള ഏറ്റവും നിങ്ങളോട് പങ്കുവെക്കാനുള്ള ഒരു ചിത്രം. അത് ഒരു നിസ്സാരമായ കാര്യമേ അല്ല. ഒരാളുടെ വാക്കുകളിൽ നിന്നല്ല, മറിച്ച് പ്രവർത്തികളിൽ നിന്നാണ് ഒരു നേതാവിനെ അളക്കേണ്ടത്, ഒരു അധ്യാപകനെ അളക്കേണ്ടത്, ഒരു അഭിഭാഷകനെ അളക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു വൈദ്യനെ അളക്കേണ്ടത് എന്നൊക്കെ നമ്മളെ പിന്നെയും ഓർമ്മിപ്പിക്കുന്ന ഒരു സംഗതിയായിരുന്നു അത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് എനിക്ക് വിജയിക്കണമെന്ന ഞാൻ വളരെ ആഗ്രഹത്തോടെ നോക്കിയ ഒരാൾ തന്നെയാണ് രാജീവ് സാർ. അതിനൊരു കാരണം എന്താന്ന് വെച്ചാൽ, അതിന് സുധീറിനും ഒരു പങ്കുണ്ട് ആ ബന്ധത്തിൽ. പക്ഷേ ഇസിറ്റുമൽ ഖുർആന്റെ പുസ്തകത്തെ പറ്റി സുധീർ എഴുതിയിരുന്നു. ഞാനും ഏതാണ്ട് അതേ സമയത്താണ് വായിക്കുന്നത്. അതൊരു തുർക്കിഷ് പത്രപ്രവർത്തകയുടെ ഒരു പുസ്തകമാണ്. അവരെഴുതിയത് എങ്ങനെയാണ് തുർക്കിയുടെ പഴയകാലം നഷ്ടമായത്, തുർക്കിയിൽ എങ്ങനെയാണ് ഒരു മതരാഷ്ട്രബോധം വേരുപിടിച്ചത്, അതും 7 സ്റ്റെപ്പുകളിലൂടെ, 7 ചുവടുകളിലൂടെ എങ്ങനെയാണ് ഒരു രാജ്യം ആ രാജ്യമല്ലാതാകുന്നത്, ജനാധിപത്യത്തെക്കുറിച്ചും പൗരരുടെ അന്തസ്സിനെക്കുറിച്ചും ബോധ്യമുള്ള ഒരു ജനത ഒരു സുപ്രഭാതത്തിൽ എങ്ങനെയാണ് സ്വന്തം രാജ്യത്ത് അന്യരായിത്തീരുന്നത് എന്ന് വളരെ വ്യക്തമായും ഹൃദയസ്പർശിയായും രേഖപ്പെടുത്തിയ ഒരു പുസ്തകമാണിത്. ആ പുസ്തകം കേരളത്തിൽ അങ്ങനെ അധികം വായിച്ച്, ഇന്ത്യയിൽ തന്നെ അങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നതിന് മുമ്പാണ് വിദേശത്തുള്ള ഒരു സുഹൃത്ത് എന്നോട് ആ പുസ്തകത്തെ പറ്റി പറയുന്നത്. അപ്പോൾ ഞാൻ ആ പുസ്തകം വാങ്ങി വായിച്ചു. അതേസമയത്ത് സുധീർ അതിനെപ്പറ്റി പരാമർശിക്കുന്നു. ഏതാണ്ട് ഈ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കെ എന്നെ ഒരു ദിവസം രാജീവ് സാർ വിളിക്കുന്നു. ഏതോ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി, കളമശ്ശേരിയിലെ ഏതോ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാൻ വേണ്ടി വിളിച്ചതാണ്. എനിക്ക് സത്യത്തിൽ മീറ്റിങ്ങുകളും പ്രസംഗങ്ങളും ഭയങ്കരമായ
ഒരു ഒരു എന്താണ് ഒരു തരം ഫോബിയ ആയതുകൊണ്ട് എനിക്ക് ഒഴിവാകാനുള്ള അന്ന് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഒഴിവാകുന്ന കൂട്ടത്തിൽ സാർ എന്തോ ചോദിച്ചു, വായിക്കുന്ന പുസ്തകങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ ഹൗ ടു ലൂസ് എ കൺട്രി ഇൻ 7 സ്റ്റെപ്സ് എന്ന പുസ്തകമാണ് വായിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ എന്നോട് രാജീവ് സാർ പറഞ്ഞു, ആ പുസ്തകം ഞാൻ ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്, ഇസി ടു മുൽഖുറ എന്ന എഴുത്തുകാരിയുടെ പുസ്തകം. എനിക്ക് വലിയ സന്തോഷം തോന്നി. ഈ സന്തോഷം തോന്നിയത് ഇപ്പൊ നമുക്ക് നാട്ടിൽ ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ വലിയ വായനക്കാരായി ആണെന്ന് അവകാശപ്പെടുന്നവരുണ്ട്. ധാരാളം പുസ്തകങ്ങൾ വായിക്കുന്നു. ഫ്ലൈറ്റിലിരിക്കുമ്പോൾ അവർ പുസ്തകം വായിക്കുന്നു, ട്രെയിനിലിരിക്കുമ്പോൾ പുസ്തകം വായിക്കുന്നു, ബസ്സിലിരിക്കുമ്പോൾ വായിക്കുന്നു, ഈവൻ നിയമസഭയ്ക്കകത്തിരുന്ന് വായിക്കുന്നു. പക്ഷേ ഒരു പുസ്തകം വായിക്കുമ്പോൾ അതിൽ നിന്ന് എന്ത് കിട്ടി എന്നതാണ് ഒരു വായനയുടെ അർത്ഥം, അതിന്റെ അന്തസത്ത എന്ന് കുട്ടിക്കാലം മുതൽ എൻ്റെ അമ്മ എന്നോട് ചോദിക്കുമായിരുന്നു. ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വഴക്കിടുമ്പോഴൊക്കെ അമ്മ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്നെ നിശബ്ദയാക്കിക്കൊണ്ടിരുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും പുസ്തകം വായിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടി, എന്ത് പ്രയോജനം മീരെ എന്ന് ഒരു ചോദ്യം ചോദിക്കുമായിരുന്നു. ഇതാണ് എനിക്ക് പലപ്പോഴും ആ ആളുകളോട് ചോദിക്കാനുള്ളത്. കാരണം അവരുടെ സംഭാഷണങ്ങളിലോ പ്രവർത്തനങ്ങളിലോ അവർക്ക് വികസനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളിലോ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളിലോ ഒന്നും വായനയുടേതായ ഒരു സൊഫിസ്റ്റിക്കേഷൻ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുമല്ലോ, ഒരു തരം മാനവികതയുടെ ഒരു മഹത്വം പ്രസരിപ്പിക്കുന്ന പെരുമാറ്റമോ അതിന്റെ പ്രകാശമോ നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ്. എനിക്ക് രാജീവ് സാറിനോടുള്ള ഏറ്റവും വലിയ ബഹുമാനം എന്താണെന്ന് വെച്ചാൽ, സ്ത്രീ വിരുദ്ധമായ ഒരു വാക്ക് പോലും ഒരാശയം പോലും അദ്ദേഹം പരസ്യമോ സ്വകാര്യമോ ആയ സംഭാഷണങ്ങളിലൊന്നും ഒരിക്കലും പ്രയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആണത്തം ഉണ്ടെങ്കിൽ ആണത്തമുള്ളവർ ഞങ്ങളോട് വന്ന് സംസാരിക്കട്ടെ, ഞങ്ങൾ ആണുങ്ങളോട് സംസാരിച്ചോളാം, വെറും പെണ്ണുങ്ങളെ പോലെ പെരുമാറരുത് എന്നൊക്കെ പറയുന്ന ഒരുപാട് നേതാക്കളെ നമ്മൾ കാണുന്നുണ്ട്. മാത്രമല്ല സംസാരിക്കുന്ന സ്ത്രീകളെ അങ്ങേയറ്റം ഈ ഹിംസ്ര ജന്തുക്കളുടെയൊക്കെ ആവേശത്തോടെയും ആക്രാന്തത്തോടെയും ഫെറോഷ്യസ് ആയിട്ട് കടിച്ചു കീറുന്ന യുവ തുർക്കികളായ ഗാന്ധിയൻ നേതാക്കളെയും നമ്മൾ കാണാറുണ്ട്. അവരാരും അവരുടെ മുതിർന്നവർ പോലും അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കുന്നത് കാണാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരമൊക്കെ ഘട്ടത്തിൽ ഈ സ്ത്രീ വിരുദ്ധതയ്ക്കെതിരെയുള്ള ഒരു വാക്കോ, സ്ത്രീവിരുദ്ധത പ്രൊമോട്ട് ചെയ്യാത്ത വാക്കോ ഒരു വലിയ രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. വ്യക്തിപരമായി എനിക്ക് അദ്ദേഹത്തോട് അതിലാണ് ഏറ്റവും ബഹുമാനം തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിയമസഭയിലാവട്ടെ ഏറ്റവും മികച്ച പാർലമെന്റേറിയൻ എന്ന നിലയിൽ വളരെ അംഗീകരിക്കപ്പെട്ട നേതാവാണ് രാജീവ് സർ. നമ്മുടെ PRS ഇന്ത്യയുടെ അതിന്റെ തുടക്കമിട്ട ശ്രീ മാധവൻ എന്നോടൊപ്പം യുപെന്നിൽ യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവേനിയയിൽ ഞങ്ങൾ ഒന്നിച്ചാണ് ഫെലോസായിട്ട് അവിടെ തെരഞ്ഞെടുക്കപ്പെട്ടത്. അന്ന് അദ്ദേഹത്തിന് ഈ പാർലമെന്റിലെ എല്ലാ സംവാദങ്ങളെക്കുറിച്ചും എല്ലാ അംഗങ്ങളെക്കുറിച്ചും എല്ലാ MP-മാരെ കുറിച്ചും അവരവതരിപ്പിക്കുന്ന ബില്ലുകളെ കുറിച്ചൊക്കെ മനഃപ്പാഠമാണ്. ആ സമയത്ത് എന്നും പറഞ്ഞു കേൾക്കുന്ന ഒരു പേര് രാജീവ് സാറിൻ്റെതായിരുന്നു. പലപ്പോഴും പാർലമെന്റിനകത്ത് എന്ത് നടക്കുന്നു എന്നുള്ളതും പാർലമെന്റിനകത്തെ ചർച്ചകൾ എങ്ങനെയാണ് രാജീവ് സാറിന്റെ ഇടപെടലിൽ നടന്നിട്ടുള്ളതെന്നും വളരെ സ്നേഹത്തോടെ, അദ്ദേഹം തമിഴ്നാട്ടുകാരനാണ്, പാലക്കാടുകാരനാണെങ്കിലും പാലക്കാടിന്റെ തമിഴ്നാട് ഭാഗത്താണ് അദ്ദേഹത്തിന്റെ വേരുകൾ. പക്ഷെ വളരെ ആദരവോടെ പറഞ്ഞു കേട്ടിട്ടുള്ളപ്പോഴാണ് ഞാൻ നമ്മുടെ നാട്ടിലെ ഇങ്ങനെയൊരു നേതാവിനെ ഇനി വരാൻ പോകുന്ന ഒരു കാലത്തേക്ക് ഉയർത്തിക്കാട്ടാവുന്നൊരു നേതാവിനെ നമുക്കുണ്ടല്ലോ എന്ന ഒരു സന്തോഷത്തോടെ തിരിച്ചറിവ് ഉണ്ടായത്. ഞാൻ വലിയ പ്രഭാഷകയൊന്നുമല്ല, രാജീവ് സാറിനെ പോലെ ഞാൻ വലിയ വാഗ്മിയൊന്നുമല്ല. അദ്ദേഹം AP കളക്കാട് പുരസ്കാരം എനിക്ക് സമ്മാനിച്ചുകൊണ്ട് ആരാച്ചാർ എന്ന നോവലിനെ പറ്റി നടത്തിയ ഒരു പ്രഭാഷണമാണ് സത്യത്തിൽ ആദ്യം ഞാൻ ഈ പുസ്തകങ്ങളും വായനയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ഞാൻ ശ്രദ്ധിക്കാനിടയായ ഒരു കാര്യം. ഒരുപാട് പേര് ആരാച്ചാരെ പറ്റി എഴുതുകയും ഇഷ്ടപ്പെട്ടും ഇഷ്ടപ്പെടാതെയും വിമർശിച്ചും സ്നേഹത്തോടെയും വാഴ്ത്തിയും ഒക്കെ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് ആരാച്ചാർ.
അത് ഞാനിങ്ങനെ ഉരുകി എഴുതിയ എൻ്റെ ഒരു ഘട്ടം വരെയുള്ള ജീവിതത്തിന്റെ ആറ്റിക്കുറുക്കിയെടുത്ത അല്ലെങ്കിൽ കാച്ചിക്കുറുക്കിയെടുത്ത ഒരു ഭാഗമെന്ന് തന്നെ പറയാം. അത് അന്ന് രാജീവ് സാർ അവതരിപ്പിച്ച ആ ഒരു വായന, അത് റെക്കോർഡ് ചെയ്ത് വെക്കാതിരുന്നതിൽ എനിക്ക് വളരെ സങ്കടമുണ്ട്. കാരണം അത് പിന്നെ നഷ്ടപ്പെട്ടു പോയി. ഞാനത് ചോദിക്കുകയും ചെയ്തു, അത് എഴുതി വെച്ചത് വല്ലതും കയ്യിലുണ്ടോ എന്ന്. അതില് അദ്ദേഹം സ്റ്റേറ്റും തൂക്കിക്കൊലയും ആ സ്ത്രീയുടെ അവസ്ഥയുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ഏറ്റവും മനോഹരമായൊരു വായനയാണ്, ഏറ്റവും സൂക്ഷ്മമായ, ഏറ്റവും പൊളിറ്റിക്കലായ, ഏറ്റവും തീക്ഷ്ണമായൊരു വായനയാണ് അന്ന് അവിടെ എഴുത്തുകാരി എന്ന നിലയിൽ എനിക്ക് കിട്ടിയ അവാർഡ്. സത്യത്തിൽ അതായിരുന്നു എന്ന് വേണം പറയാൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബന്ധത്തിൽ നിന്നാണ്, ആദരവിൽ നിന്നാണ് കഴിഞ്ഞ തവണ ഇതുവഴി പ്രചാരണ വാഹനം പോകുമ്പോൾ ഞാൻ വഴിയിൽ നിന്ന് ആശംസകൾ നേരാനാണ് എനിക്ക് സാധിച്ചത്. ഇത്തവണ അതുകൊണ്ട് എന്തായാലും ഇവിടെ വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അത് നിങ്ങളെ എല്ലാം കാണാനും നിങ്ങളോടെല്ലാം സംസാരിക്കാനുമുള്ള ഒരവസരമാണെന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. 2016 വരെ വ്യക്തമായ ഒരു രാഷ്ട്രീയ മുന്നണിയുടെ ഭാഗമായി ഒരിക്കലും ഞാൻ എന്നെ കണ്ടിട്ടേയില്ല. അത് കുറച്ചു നാൾ മുൻപ് ഞാൻ വളരെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കോൺഗ്രസ്സുകാരനാണ് ശ്രീ ജി കാർത്തികേയൻ സാർ. അപ്പോൾ കാർത്തികേയൻ സാറിന്റെ വീട്ടിൽ പോയപ്പോൾ സുലേഖ ടീച്ചർ എന്നോട് ചോദിച്ചു, മീരയ്ക്ക് നല്ല വായനക്കാരൊക്കെ ഉണ്ട്, പക്ഷെ മീര കുറച്ച് കൂടി ബുദ്ധിയായി പെരുമാറേണ്ടതല്ലേ? ഞാൻ ചോദിച്ചു, അതെന്താണ്, എങ്ങനെയാണ് ടീച്ചർ ബുദ്ധിയായി പെരുമാറുന്നത്? അല്ല, മീരയുടെ കൂടെ എഴുതുന്ന 1-2 ആളുകളുടെ പേരെന്റെ അടുത്ത് പറഞ്ഞു, അവരൊക്കെ ചെയ്യുന്നത് പോലെ ഈ ഇടതുപക്ഷത്തെ അങ്ങ് വല്ലാതെ സപ്പോർട്ട് ചെയ്യാതെ ഒന്ന് വിട്ടുനിന്ന് നമ്മളൊരു നിഷ്പക്ഷത പാലിച്ച് എഴുതിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ആളുകൾക്ക് ഇഷ്ടം തോന്നുകയില്ലേ? അതൊരു ചോദ്യമാണ്. പക്ഷേ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന എഴുത്തുകാരിയാകാനല്ല എൻ്റെ ആഗ്രഹം. ഏറ്റവും കൂടുതൽ ആളുകളെ പുതിയ രീതിയിലേക്ക് പരിവർത്തനം ചെയ്യിപ്പിക്കുന്ന ആളാകാനാണ് എനിക്ക് ആഗ്രഹം. അതൊരു പുതിയ ചിന്തയിലേക്ക്, പുതിയ സരണിയിലേക്ക്. അപ്പൊ എന്നെ നിങ്ങളിൽ എത്ര പേർ വെറുക്കുന്നു എന്നതിനേക്കാൾ എത്ര പേർ എന്നെ വായിച്ച് സ്വയം നവീകരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ മുമ്പിലുള്ള ചോദ്യം. അതുകൊണ്ട് ഞാൻ കുറച്ച് തെറിയൊക്കെ കേൾക്കാൻ സന്നദ്ധയാണ്. കാരണം തെറി പറഞ്ഞ് നിശബ്ദരാക്കപ്പെട്ട ഒരു വലിയ സമൂഹം, സ്ത്രീകളുണ്ട്, ട്രാൻസ്ജെൻഡർ വ്യക്തികളുണ്ട്, വലിയ അധികാര പദവിയിലിരിക്കാത്ത പുരുഷന്മാരുണ്ട്, കുറഞ്ഞ പുരുഷന്മാർ എന്ന് നമുക്ക് വേണമെങ്കിൽ അവരെ വിശദീകരിക്കാൻ. അപ്പോൾ അവർക്കെല്ലാം മുമ്പിൽ അസഭ്യം പറഞ്ഞിട്ടോ ഭീഷണിപ്പെടുത്തിയിട്ടോ പരിഹസിച്ചിട്ടോ നിശബ്ദരാക്കി ഒരു മാതൃകയാക്കിയ ഒരു തരം നോർമലൈസ് ചെയ്യപ്പെട്ട ഒരു തരം സാമൂഹ്യ വ്യവസ്ഥയെ നമുക്ക് മറികടക്കാൻ കഴിയുമെന്ന് തെളിയിക്കേണ്ടതുണ്ട്. അത് തെളിയിക്കാൻ എനിക്ക് പ്രാപ്തി വേണമെങ്കിൽ നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടാകണം എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടത്തക്ക വിധമുള്ള എഴുത്തുകാരിയാവണ്ട, വെറുക്കപ്പെട്ട എഴുത്തുകാരിയായാലും തീർച്ചയായിട്ടും വേറിട്ട് ചിന്തിപ്പിക്കുന്ന ആളാകാനാണ് എനിക്കിഷ്ടം എന്നുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ ശരികളിൽ ഉറച്ചു നിൽക്കുന്നു. 2016 പറ്റി ഞാൻ പറഞ്ഞത് പെട്ടെന്ന് സ്ഥാനാർത്ഥിക്ക് പോകാനുള്ള തിരക്കുള്ളത് കൊണ്ട് പറയാം. 2016 വരെ ഞാനൊരു തെരഞ്ഞെടുപ്പിലോ പ്രചാരണത്തിലോ ഒന്നും ഞാനൊരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. എന്റെ അഭിപ്രായത്തിന് വലിയ വിലയൊന്നും ഉണ്ടായിട്ടില്ല. എഴുത്തുകാരുടെ അഭിപ്രായങ്ങൾക്ക് എന്ത് വിലയുള്ളതെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു അഭിപ്രായത്തിന് വിലയുണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെ സംഭവിക്കുമായിരുന്നു എന്ന് നമുക്കറിയാം. അത് അവിടെ ഇരിക്കട്ടെ. പക്ഷേ അന്ന് ചില കാര്യങ്ങൾ ആര് വില വെച്ചാലും വില വെച്ചില്ലെങ്കിലും നമ്മൾ പറഞ്ഞേ തീരൂ. ഒരുപക്ഷെ അതിന് വില മതിക്കപ്പെടുന്നത് പണ്ട് കമലാസുരയ്യ പറഞ്ഞതുപോലെ ഒഴിഞ്ഞ കസേരകളോടാണ് എഴുത്തുകാർ സംസാരിക്കുന്നത്, കേൾവിക്കാർ പിൽക്കാലത്ത് വന്നു ചേരുകയേ ഉള്ളൂ എന്ന ഒരു തത്വം മനസ്സിലെടുത്തി. പറയാനുള്ളത് എന്തായാലും പറഞ്ഞു വെച്ചിട്ട് പോകാതിരിക്കാൻ എഴുത്തുകാർക്ക് സാധ്യമല്ല. അതുകൊണ്ട് പറഞ്ഞു വെക്കുകയാണ്. 2016 എനിക്കത് പറഞ്ഞു വെക്കണമെന്ന് തോന്നി. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ, ഒരു ഗവൺമെന്റ്
ജനങ്ങളുടെ ജീവിതത്തിന്റെ 4 മേഖലകളെയാണ് പരമമായി ആദ്യം സ്പർശിക്കുന്നത്. അതിലൂടെയാണ് ജനങ്ങൾ ഗവൺമെന്റിനെ അറിയുന്നത്. അതിൽ തീർച്ചയായിട്ടും ആദ്യത്തേത് വിദ്യാഭ്യാസമാണ്, രണ്ടാമത്തേത് ആരോഗ്യമാണ്, മൂന്നാമത്തേത് ഗതാഗതമാണ്, നാലാമത്തേത് പൊതുവിതരണമാണ്. പോലീസ് എന്നൊക്കെ നമ്മൾ പറയും, അതൊക്കെ പിന്നെ സെക്കൻഡറി ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഈ 4 കാര്യങ്ങളിലൂടെയാണ് ഒരു ദൈനംദിന ജീവിതത്തിൽ നമ്മൾ നമ്മുടെ നിത്യജീവിതം എത്ര സുഗമമായി കടന്നു പോകുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ഈ 4 മേഖലകളിൽ നിന്ന് പാടെ തകർന്നു കിടന്ന ഒരു സന്ദർഭത്തിലാണ് 2016 ഞാൻ LDF അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിച്ചത്. കാരണം പത്രപ്രവർത്തക എന്ന നിലയിലുള്ള എൻ്റെ അതിനു മുമ്പുള്ള ഒരു 13 വർഷത്തെ പരിചയത്തിൽ അക്കാലത്ത് കേരളത്തിന്റെ മാറി മാറി വന്ന ഗവൺമെന്റുകളെയും അക്കാലത്തെ ഗവൺമെന്റ് സ്കൂളുകളെയും ആരോഗ്യാലയങ്ങളെയും റേഷൻ സംവിധാനത്തെയും ഒക്കെ നിങ്ങളിൽ ആരെക്കാളും കൂടുതൽ നേരിട്ട് കണ്ടും കേട്ട് മാറി മാറി വരുന്ന സാഹചര്യങ്ങളിൽ കണ്ടും കേട്ടും ഇടപെട്ടും മനസ്സിലാക്കിയതിന്റെ വെളിച്ചത്തിൽ ഞാൻ എപ്പോഴും തിരിച്ചറിയുന്നത് ഇടതുപക്ഷം അധികാരത്തിലിരിക്കുമ്പോഴാണ് നമ്മുടെ സ്കൂളുകളും പൊതുവിദ്യാലയങ്ങളും ആരോഗ്യ ആശുപത്രികളും ഗവൺമെന്റ് ആശുപത്രികളും പിന്നെ KSRTCയും പിന്നെ റേഷൻ സമ്പ്രദായവും മെച്ചപ്പെടുന്നത്. അത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അത്രയൊക്കെ ഞാൻ ഇത്തവണയും 2016 ഞാൻ അത്രയൊക്കെ ആഗ്രഹിച്ചുള്ളൂ. ഞാൻ വിചാരിച്ചു ഒരു 5 കൊല്ലം കൊണ്ട് ഇവരെന്തെങ്കിലുമൊക്കെ കുറച്ച് പഴയതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു നന്മ ഉണ്ടാക്കി വെക്കും, പിന്നെയും മറ്റുള്ളവർ വരും, കുറെ കുഴപ്പങ്ങളുണ്ടാവും, പിന്നെയും വരും. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഗതി, 2016 വന്ന ഇടതുപക്ഷ ഗവൺമെന്റ് ഏറ്റവും കുറ്റമറ്റ ഏറ്റവും പെർഫെക്റ്റ് ലോകത്തിലെ ഏറ്റവും വലിയ അങ്ങനെയൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷെ അവർ കൊണ്ടുവന്ന ഒരു ഭരണ സംസ്കാരത്തെ ഞാൻ വളരെ അഭിമാനത്തോടെയും വളരെ അത്ഭുതത്തോടെയും കാണുന്നു. ഇനിമേൽ ഒരു ഗവൺമെന്റിന് ഉദാസീനമായോ അലക്ഷ്യമായോ ഈ സംസ്ഥാനം ഭരിക്കാൻ കഴിയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ അതെന്തുകൊണ്ടാണ് വാഗ്ദാനങ്ങളാകുന്നത്, അതെങ്ങനെയാണ് ജനജീവിതത്തെ സ്പർശിക്കുന്നത്, അതിന് ഗവൺമെന്റിനോടുള്ള പ്രതിബദ്ധത എന്താണ്, ജനങ്ങളോടുള്ള പ്രതിബദ്ധത എന്താണ് എന്ന് വ്യക്തമായി തുടങ്ങിവെച്ച ഒരു ഗവൺമെന്റാണിത്. അതിൽ എനിക്ക് രാജീവ് സാറിനോടുള്ള പ്രത്യേകമായ ഒരു നന്ദിയുള്ളത് 52 പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 22 എണ്ണം ലാഭത്തിലാക്കി എന്നുള്ളതാണ്. അത് ഏത് കാലത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒന്നൊന്നായി വിറ്റ് തുലയ്ക്കുന്ന ഒരു സമ്പ്രദായം, അത് കോൺഗ്രസ് തുടങ്ങി വെച്ചൊരു സംഗതിയാണ്. BJP അത് വളരെ നന്നായി, അതുകൊണ്ടാണല്ലോ അരുന്ധതി റോയ് പറഞ്ഞത് രാജ്യത്താകെ 4 പേരാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. 2 പേർ വിൽക്കുന്നു, 2 പേർ വാങ്ങുന്നു. വിൽക്കുന്നത് ആരാണെന്ന് അറിയാം, 2 പേർ ആരാണെന്ന് അറിയാം, വാങ്ങുന്നത് ആരാണെന്ന് നമുക്കറിയാം. ഇങ്ങനെ 2 പേർ വിൽക്കുന്നതും 2 പേർ വാങ്ങുന്നതുമായ ഒരു സാഹചര്യത്തിൽ 22 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലാക്കുന്നുണ്ടെങ്കിൽ അതിൽ നമ്മുടെ സംസ്കാരത്തിന്റെയോ നമ്മുടെ ചരിത്രത്തിന്റെയോ നമ്മുടെ കുട്ടിക്കാലത്തിന്റെയോ ഒക്കെ ഓർമ്മ പേറുന്ന കെൽട്രോൺ എന്ന ഒരു സ്ഥാപനം ഉണ്ടെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന്റെ പേരിൽ മാത്രം ഞാൻ രാജീവ് സാറിന് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് ക്രൈസിസ് മാനേജ്മെന്റിന് ഏത് മുന്നണിയാണ് നല്ലതെന്ന് ചോദിച്ചാൽ നിങ്ങളിൽ എത്ര പേർക്ക് വേറൊരു മുന്നണിയുടെ പേര് പറയാൻ കഴിയും? ഈ ഒരു പൊതുമേഖലാ സ്ഥാപനം ലാഭത്തിലാക്കുമ്പോൾ അതുവഴി ഉണ്ടാകുന്ന വ്യത്യാസം എന്താണെന്നറിയാമോ? സാമൂഹിക തലത്തിലുള്ള നേട്ടം എന്താണെന്നറിയാമോ? നമ്മളിപ്പോ പറയും ഒരു ആനയുടെ വില എത്രയാണ്, ഒരു കാട്ടാനയുടെ വില എത്രയാണോ എന്ന് ചോദിക്കും. അതിന്റെ മാർക്കറ്റ് വാല്യൂ അത് എത്രയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 50 ലക്ഷമോ എത്രയാണോ ആനയുടെ വില എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഒരു കാട്ടാനയുടെ വില എന്ന് പറയുന്നത് ആ പശ്ചിമഘട്ടത്തിലെ വനത്തിന്റെ എഞ്ചിനീയറിംഗിനായി ആ ആന ചെലവഴിക്കുന്ന എനർജിയുടെ വിലയാണ്. അതുവഴി നമുക്ക് കിട്ടുന്ന കാലാവസ്ഥ, ജലം, ശുദ്ധവായു, ബാക്കി വിഭവങ്ങൾ, പ്രകൃതി വിഭവങ്ങൾ, പശ്ചിമഘട്ടം തടഞ്ഞു നിർത്തുന്ന മഴ എന്നിങ്ങനെ ഒരു വില കണക്കാക്കാൻ കഴിയാത്ത അമൂല്യമായ ഒരു വിഭവ ജനറേഷൻ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ജനറേഷൻ തന്നെ ഉറപ്പുവരുത്തുന്ന ഒന്നാണ് ഒരു കാട്ടാന. അങ്ങനെ
അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ വില എത്രയാണെന്ന് ചോദിച്ചാൽ കേവലം അവിടെ ജോലിയെടുക്കുന്ന 200-300 ആളുകളുടെ ജോലി സാധ്യത മാത്രമല്ല, അത് വിറ്റഴിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ നിന്ന് കിട്ടുന്ന ലാഭം മാത്രമല്ല, ഒരു പൊതുമേഖലാ സ്ഥാപനം ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ ഒരു ചെറിയ പ്രതീകം കൂടിയാണ്. കാരണം ഒരു പൊതുമേഖലാ സ്ഥാപനത്തിലെ ജോലിക്ക് റിസർവേഷൻ എന്ന് പറയുന്ന ഒരു സംഗതി, സംവരണ തത്വം ബാധകമാണ്. ഒരു പൊതുമേഖലാ സ്ഥാപനം ഇല്ലാതാകുമ്പോൾ നിങ്ങൾ തുടച്ചു കളയുന്നത് നമ്മുടെ ഭരണഘടനാ ശില്പികൾ സ്വപ്നം കണ്ട എല്ലാവർക്കും തുല്യതയുള്ള ഇക്വാലിറ്റിയും ഇക്വിറ്റിയുമുള്ള ഒരു സമൂഹത്തെക്കുറിച്ചുള്ള ഒരു വലിയ സ്വപ്നത്തിന്റെ ഒരു പടിയാണ്, ഒരു വലിയ ചില്ലയാണ്, ഒരു തായ്തടിയെയാണ്. കാരണം ഒരു പൊതുമേഖലാ സ്ഥാപനം സ്വകാര്യവൽക്കരിക്കപ്പെടുമ്പോൾ ആദ്യം നഷ്ടമാകുന്നത് അത് തന്നെയാണ്. പിന്നെ എല്ലാവർക്കുമുള്ള അവകാശം അവിടെ ഇല്ലാതാകുന്നു. മറിച്ച് ഉടമസ്ഥന്റെ മാത്രം ആഗ്രഹങ്ങൾ നടപ്പാകുന്നു. ഇത് തിരിച്ചറിയാത്തവരല്ല പൊതുമേഖലാ സ്ഥാപനങ്ങളെ നഷ്ടത്തിലാക്കാൻ, നന്നായിട്ട് ലാഭം ഉണ്ടാക്കാൻ അറിയാവുന്നവരാണ് രാജ്യം ഭരിക്കുന്നത്. അവരുടെ അസറ്റ് എങ്ങനെയാണ് വർദ്ധിച്ചതെന്നുള്ളത് കഴിഞ്ഞ 2004 തൊട്ടുള്ള വെറുതെ പേപ്പറിൽ എഴുതി കാണിച്ചിട്ടുള്ള, സമ്മതിച്ചിട്ടുള്ള അസറ്റ് വർധനയെന്ന് എടുത്തു നോക്കൂ. നോട്ട് നിരോധനം കഴിഞ്ഞപ്പോഴേക്കും BJPയുടെ അസറ്റ് 81% വർദ്ധിച്ചത്. ഒരു പത്രവും അതിനെപ്പറ്റി വിഷമം കാണിച്ചില്ല, ഒരു ചാനലും ചർച്ച ചെയ്തില്ല, ഒരാളും എവിടെ നിന്നാണ് ഈ പണമെന്ന് ചോദിച്ചില്ല. ഇന്നിപ്പോ 800% അധികമൊക്കെയാണ്, 800 മടങ്ങൊക്കെയാണ് വർധന. ഇതൊരു വലിയ കോർപ്പറേറ്റ് സ്ഥാപനം, നമ്മുടെ രാജ്യം തന്നെ ഒരു വലിയ കമ്പനിയാണ്. ഈ കമ്പനിയിലെ പലതരത്തിലുള്ള തൊഴിലാളികൾ മാത്രമാണ് നമ്മൾ. ഈ കമ്പനി ഭരിക്കാനും വെച്ചിരിക്കുന്ന, ഉടമസ്ഥര് വെച്ചിരിക്കുന്ന ചിലർ മാത്രമാണ് യൂണിയൻ ഗവൺമെന്റ് എന്ന നിലയിലേക്ക് വരുന്ന ഒരവസ്ഥ തടയണമെങ്കിൽ തീർച്ചയായും വികസനത്തെപ്പറ്റി, ഭരണത്തെപ്പറ്റി, നാം മുന്നിൽ കാണുന്ന ചിലതരം സൂചനകളുടെ കടക്കലുള്ള വികാരത്തെപ്പറ്റി നാം തിരിച്ചറിഞ്ഞേ പറ്റൂ. ആ വികസന ഞാൻ പറഞ്ഞത്, ഇടതുപക്ഷത്തിന്റെ എല്ലാ നേട്ടങ്ങളും നമ്മൾക്ക് മറന്നു കളയാം. റോഡുകൾ, ആശുപത്രികൾ, സ്കൂളുകൾ, ഈ 10 വർഷം കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയ എത്ര ലക്ഷം രൂപയുടെയാണ്, ആയിരക്കണക്കിന് കോടി വികസന പദ്ധതികൾ, 1000-ഓളം വികസന പദ്ധതികൾ ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി അവിടെ കണ്ണൂരിൽ ചെലവഴിച്ചിരിക്കുന്നു, നടത്തിയിരിക്കുന്നു. KV സുമേഷ് അതിമനോഹരമായ ഒരു ചിറക്കൽ ചിറ എന്ന ഒരു വാട്ടർ ബോഡി തിരിച്ചു പിടിച്ചിരിക്കുന്നു. ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ കാനാമ്പുഴ എന്ന് പറയുന്ന അവിടുത്തെ ഒരു പഴയ പുഴ, തീരെ ഇല്ലാതായി പുഴ പുനരുജ്ജീവിപ്പിച്ചിരിക്കുന്നു. ഇതിനൊക്കെ എത്രയാണ് വില? ഈ വില, അതിൽ ഓരോ തുള്ളി ജലത്തിനും എത്രയാണ് വില എന്നുള്ളത് മാത്രമല്ല, ആ മുഴുവൻ അതിനെ ചുറ്റി നിൽക്കുന്ന ആവാസ വ്യവസ്ഥയ്ക്ക് എത്രയാണ് വില എന്ന് ആലോചിക്കുമ്പോഴാണ് ആ വികസനത്തിന്റെ വലിപ്പം നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്ന ഒരു ഗവൺമെന്റിനെ, ഒരു മുന്നണിയെയാണ് കേരളത്തിന് ആവശ്യമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ശ്രീ രാജീവ് സർ ഇനിയും അധികാരത്തിൽ വരണമെന്നുള്ളതിന്റെ ഒരു പ്രധാന ആഗ്രഹം, അദ്ദേഹം മുന്നോട്ട് വെച്ച ഈ നോളജ് എക്കോണമി എന്ന് പറയുന്ന ഈ ഒരു വലിയ സങ്കല്പം, അതായത് കേരളത്തെ അറിവിന്റെ, പാണ്ഡിത്യത്തിന്റെ ഒരു ഇക്കോണമിയായിട്ട് മാറ്റുന്ന ഒരവസ്ഥ, ഇത് മറ്റേത് മുന്നണിയിലെ ആർക്ക് ഭാവന ചെയ്യാനാകും, പ്രവർത്തിക്കാനാകും, നടപ്പാക്കാനാകും? ഈ സ്ഥാനത്ത് മറ്റു മുന്നണികളിലെ ആരെയാണ് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ സാധിക്കുക? എനിക്ക് മറ്റാരെയും ഞാൻ നോക്കിയിട്ട് കിട്ടിയില്ല. ആരെങ്കിലും കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്നെ അറിയിക്കണം. ഇത്രയും പറയാനുള്ളൂ. വായനശാലകളും ഗ്രന്ഥശാലകളും പുറമേക്കുള്ള സ്ട്രക്ചറുകൾ മാത്രമാണ്. അതിനുള്ളിലാണ്, പുസ്തകങ്ങൾക്കുള്ളിലാണ്, അതിലെ ആശയങ്ങളാണ് അതിൻ്റെ ജീവൻ. ആ ജീവൻ സമൂഹത്തിലേക്ക് ഒഴുകിപ്പടർക്കുന്ന, വേര് പിടിക്കുന്ന, പടർന്നു പന്തലിക്കുന്ന ഒരവസ്ഥയാണ് നാം വികസനമെന്ന് പറയുന്നത്. റോഡും നടപ്പാതയും വിദ്യാലയവും കലാലയവും പാണ്ഡിത്യത്തിന്റെ, അറിവിന്റെ, ഉൾക്കാഴ്ചയുടെ ആഴവും അതിന് പകരം വയ്ക്കാനില്ലാത്ത, അതിന്റെ വില എന്താണ് എന്ന് കണക്കാക്കാൻ കഴിയുന്ന ഒരവസ്ഥയുമാണ് യഥാർത്ഥത്തിൽ വികസനം. ആ വികസന സ്വപ്നങ്ങളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയ ഒരു ഗവൺമെന്റ് ആയിരുന്നു
ഇത് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. പിന്നെ അവർ കാരണം തച്ചുടച്ചു കളഞ്ഞ ചില പഴയ സങ്കല്പങ്ങളുണ്ട്, ചില വിഗ്രഹങ്ങൾ ഉടഞ്ഞു പോയിട്ടുണ്ട്. അതൊക്കെയാണ് നിങ്ങൾക്ക് ആവശ്യമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് 16-ാം നൂറ്റാണ്ടിലേക്ക് തിരിച്ചു പോകാമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പക്ഷെ ഞാൻ ഒരിക്കൽ കൂടി രാജീവ് സാറിനോട് നന്ദി പറയുന്നത് ആ പൊതുമേഖലാ സ്ഥാപനങ്ങൾ തിരിച്ചെടുത്തതിൽ. ഇന്ത്യയുടെ ഭരണഘടനാ ശില്പികൾ സ്വപ്നം കണ്ട ആ ആശയത്തെ മനുഷ്യരെല്ലാവരും ഒന്നുപോലെയാകുന്ന ഒരു കാലത്തെ, എല്ലാവർക്കും തുല്യമായ അന്തസ്സുണ്ടാകുന്ന ഒരു കാലത്തെ തിരിച്ചെടുത്തതിൽ ഈ സ്ത്രീ വിരുദ്ധത എന്ന ഒരു സംഗതിയിൽ പറയാതെ എനിക്ക് രാജ്യത്തിന്റെ പുരോഗതിയെപ്പറ്റി സംസാരിക്കാൻ നിവൃത്തിയില്ല. കാരണം അത്രത്തോളം ജനസംഖ്യയുടെ പകുതി വരുന്ന ഒരു വിഭാഗത്തെ പലതരത്തിൽ അവരുടെ വളർച്ചയെ, അവരുടെ ചിന്തകളെ, അവരുടെ സ്വാതന്ത്ര്യങ്ങളെ അടിച്ചമർത്തുവോളം സമൂഹത്തിന് മുന്നോട്ട് പോകുക, വികസിക്കുക എളുപ്പമല്ല എന്ന കാര്യം കൂടി ഈ വികസന സങ്കല്പത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് ശ്രീ രാജീവ് സാറിന് നന്ദി. എനിക്ക് ഈ ഇവിടുത്തെ പുതുതായി രൂപം കൊണ്ട ലൈബ്രറികളെ കുറിച്ച് ഞാൻ കേൾക്കുകയുണ്ടായി. അവിടെയൊക്കെ എഴുത്തുകാർക്ക് പ്രത്യേകമായ കോണുകളൊക്കെ ഉണ്ടെന്ന് തോന്നി. അപ്പൊ കേരളത്തിന്റെ മുഴുവൻ എഴുത്തുകാരെയും കളമശ്ശേരിയുടെ എഴുത്തുകാരായിട്ട് പരിഗണിക്കുന്നില്ല. അതൊരു വല്ലാത്ത കളമശ്ശേരി ദേശീയതയാണ്. അത് വലിയ കഷ്ടമാണ്. മലയാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുഴുവൻ കേരളവുമാണ് എന്ന് രാജീവ് സാറിനെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഇടം കിട്ടിയേ പറ്റൂ. അത് പറ്റില്ല. അപ്പോൾ എല്ലാ വിജയാശംസകളും നേരുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ജനപ്രതിനിധിയെക്കുറിച്ച് അഭിമാനത്തോടെ ചിന്തിക്കാൻ അവസരം കിട്ടുന്നു എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ഇടതുപക്ഷം ഞാൻ സത്യത്തില് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് എനിക്ക് വലിയ ആശങ്കകളുണ്ട്. അത് വേറെ കാര്യം. തെരഞ്ഞെടുപ്പൊക്കെ നീതിനിഷ്ഠമായിട്ടൊക്കെ നടക്കുന്ന ഒരു കാലത്താണോ നമ്മൾ ജീവിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇടതുപക്ഷം ജയിച്ച ഒരു തെരഞ്ഞെടുപ്പാണിതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇടതുപക്ഷത്തിന്റെ ജയം ചൂരൽമലയിലും നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലും റോഡുകളിലും ആശുപത്രികളിലും വായനശാലകളിലും ഈ പുനരുജ്ജീവിപ്പിക്കപ്പെട്ട പുഴകളിലും പലതരത്തിൽ ജീവിതം സ്പർശിക്കാൻ ഇടയുണ്ടായ അതിദരിദ്രരായ മനുഷ്യരിലുമൊക്കെയായി ആ വിജയം ആഴത്തിൽ കുറിച്ചു വയ്ക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ നമുക്ക് സംവാദമാകാം. നന്ദി. ഞാൻ തെരഞ്ഞെടുപ്പ് പ്രചരണ തിരക്കുകളായതുകൊണ്ട് പതുക്കൊന്നു പോകും. ഞങ്ങൾ ഈ കളമശ്ശേരിക്ക് ഒരു പ്രത്യേകത, 5 കേന്ദ്ര സാഹിത്യ അക്കാദമി ജേതാക്കൾ ഇവിടെ തന്നെയുണ്ട്. അതിൽ ഒന്നാമത്തെ ആൾ ലീലാവതി ടീച്ചറാണ്. അപ്പോ ഗ്രേസി ടീച്ചറുണ്ട്. 2 സ്ത്രീകൾ ഇവിടെ കേന്ദ്ര സാഹിത്യ അക്കാദമി ജേതാക്കൾ, സുഭാഷ് ചന്ദ്രനും തോമസ് മാത്യു സാറും സേതുവേട്ടനും. അങ്ങനെ 5 പേർക്കാണ് നമ്മളിപ്പോ കോർണറുകൾ തുടങ്ങിയത്. മീരയുടെ പുസ്തകങ്ങൾക്ക് എന്തായാലും നമുക്കൊരു കോർണർ ഇവിടെ ആരംഭിക്കണം. നമ്മുടെ വികസന പദ്ധതി ഒപ്പം എന്നുള്ളതാണ്. അതായത് ജനിച്ചു വീഴുന്ന കുഞ്ഞു മുതൽ പ്രായമായി ഓർമ്മ മറയുന്നവർ വരെയുള്ളവർക്ക് ഒപ്പം. അതിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ 12 കോടി ചെലവഴിച്ചിട്ടാണ് 41 തോടുകൾ ഇവിടെ വീണ്ടെടുത്തു. അപ്പൊ അങ്ങനെയുള്ള പദ്ധതികളും ഈ പറഞ്ഞ ഇതിന്റെ കൂട്ടത്തിൽ ചേർക്കാം. എന്തായാലും പ്രത്യേകം നല്ല വാക്കുകൾക്ക് പ്രത്യേകം നന്ദി.